നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ രാജ്യം വളരെ ദുരന്തത്തിലൂടെയാണ് നമ്മുടെ നാടിങ്ങനെ കടന്നു പോകുന്നത്. വല്ലാത്ത ദുരന്തങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊക്കെ പണ്ട് പത്രങ്ങളിലൂടെ മാത്രം വായിച്ചറിവുള്ള ഓരോ കാര്യങ്ങളാണ്. ഭൂകമ്പം ഉണ്ടാകുക, ഉരുൾപൊട്ടൽ ഉണ്ടാകുക, സുനാമി അടിക്കുക. പടച്ചവന് ഈ വൈറസ് പനികളും എന്തെല്ലാം രോഗങ്ങളാണ് ഇങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനും ഒരു അറുതി കാണുന്നില്ല, ഒരു അവസാനമില്ല. ഇപ്പത്തെ അവസ്ഥ തന്നെ ആലോചിക്കുക. മഴ പെയ്യേണ്ട സമയമല്ല ഈ മാസം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾക്കൊക്കെ ഓർമ്മയുള്ള കാലം ജൂൺ ജൂലൈയിലേക്ക് എത്തുമ്പോൾ മഴ പെയ്യുന്ന കാലം. ഇപ്പൊ ജൂണും ജൂലൈയിലൊന്നും മഴയില്ല. ഇപ്പൊ മഴ ഇപ്പൊ എന്താ, ഉച്ച കഴിഞ്ഞ പടച്ചോനെ ആകാശത്ത് ഇടിയും മിന്നലും മാത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിന് ചാനലുകളിലൂടെ പത്രങ്ങളിലൂടെ അവിടെ നിന്ന് പറയുകയാ, ഉച്ചയ്ക്ക് ശേഷം നല്ല ഇടിയുണ്ടാകാൻ സാധ്യതയുണ്ട്, വീട്ടിലെ സാധനങ്ങളൊക്കെ ഓഫാക്കി വെച്ചോളാം. ഇതുപോലെ എപ്പോഴാ പത്രത്തിലും ടിവിയിലൊക്കെ വാർത്ത വന്നിട്ടുള്ളത്? എന്റെ പ്രിയമുള്ളവരെ, മഴ പെയ്യാൻ സാധ്യതയില്ലാത്ത സമയങ്ങളിൽ പോലും വലിയ വലിയ മഴകളും ഇന്നലെ ഞാൻ പടച്ചവനെ വരുന്ന വഴിയിൽ വെള്ളത്തിന്റെ അകത്തൂടെ നീന്ത വണ്ടികൾ മുഴുവനും. അത്രയ്ക്കും വല്ലാത്ത സ്ഥലങ്ങളിൽ, പല സ്ഥലങ്ങളിലും പടച്ചവനെ പേടി മണ്ണിടിച്ചിലുണ്ടാകുന്നു. ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഏകദേശം ഒരു 2 കൊല്ലമായിട്ട് നമ്മളെ പിടിപെടാൻ തുടങ്ങിയിട്ട്. എന്റെ പ്രിയമുള്ളവരെ, അതിനു മുമ്പൊക്കെയാണെങ്കിൽ പല പല പനികൾ, പല പല അസുഖങ്ങൾ പടർന്നു പനിക്കും, ഇങ്ങനെ പടർന്നു പണതരിച്ചുകൊണ്ടിരിക്കുന്നു. മാരകമായ രോഗങ്ങൾ ഇങ്ങനെ പടരുകയാണ്. പണ്ട് ക്യാൻസർ എന്ന് പറഞ്ഞാൽ, ട്യൂമർ എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എവിടെയെങ്കിലും ഒരാൾക്ക് വന്നാൽ അത് വലിയ അത്ഭുതമായിരുന്നു. ഇന്നിപ്പോ ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിൽ ഒരു ക്യാൻസർ രോഗി എന്ന രീതിയിൽ ഇങ്ങനെ പടർന്നു കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് കള്ളു കുടിക്കുന്നവർ, കഞ്ചാവടിക്കുന്നവർ, വീടി വലിക്കുന്നവർ, ഇവർക്കൊക്കെ ക്യാൻസർ ഉണ്ടാകൂ, ട്യൂമർ ഉണ്ടാകൂ എന്നൊക്കെ കരുതിയിരുന്നെങ്കിൽ 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് വരുന്നു. എന്തിന്? കൊച്ചു കുട്ടികൾ പോലും, 3-4 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, അല്ലാഹുവേ പടച്ചവൻ, അവർക്ക് ഒരു ക്യാൻസർ വരുന്നു, ട്യൂമർ വരുന്നു, കിഡ്നി തകർന്നു പോകുന്നു. ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളെക്കാളും ഇന്ന് ഏറ്റവും കൂടുതൽ രോഗികൾ കിഡ്നി തകർന്നു പോകുകയാണ്. ഏറ്റവും കൂടുതൽ കിഡ്നി തകർന്നവർ അവരാണ് ഏറ്റവും കൂടുതൽ രോഗികൾ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ കിഡ്നി തകർന്നു പോയിരിക്കുന്നത് മുസ്ലിമീങ്ങളാണ്. പുതിയ പഠനമനുസരിച്ച് മുസ്ലിമീങ്ങളാണ്. അതിന്റെ കാരണങ്ങൾ പറയുന്നത് ഭക്ഷണത്തിലെ ക്രമീകരണങ്ങൾ. ചില ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. നമുക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അള്ളാഹു എഴുതിയത് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് വാരിക്കോരി തീറ്റിയ. ചില ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. അങ്ങനെ കഴിച്ചാൽ അത് ശരീരത്തിന് നല്ലതല്ല, ആരോഗ്യത്തിന് നല്ലതല്ല, മനുഷ്യന്റെ കിഡ്നിക്കും കരളിനും അതുപോലെ മനുഷ്യന്റെ മരണത്തിന് വരെ കാരണമാകുമെന്ന് വെറുതെ ഒന്നുമല്ല എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് രോഗികൾ ഏത് കുടുംബം എടുത്തു നോക്കിയാലും ഏതെങ്കിലും ഒരു വീട്ടിൽ അല്ലാഹുവേ പടച്ചവനെ രോഗം പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടാകും. ഞാനിപ്പോ വരുമ്പോഴും അല്ലാഹുവേ ഭക്ഷണം കഴിച്ച വീട്ടിലെ വാപ്പ, അല്ലാഹു ഉപ്പയ്ക്ക് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മനസ്സിന് രോഗമില്ല, ശരീരത്തിന് രോഗമുള്ളൂ. അല്ലാഹു അദ്ദേഹത്തിന് ഈമാൻ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയമുള്ളവരെ, ദുരന്തങ്ങൾ ഇങ്ങനെ ഉണ്ടാകുക. വെള്ളപ്പൊക്കം ഉണ്ടായി വീട് ഇങ്ങനെ ഒലിച്ചു പോവാ. അതുപോലെ തന്നെ പടച്ചവനെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതിന്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണിട്ട് മയ്യത്ത് പോലും എടുക്കാൻ പറ്റൂല. ചില നാടുകൾ തന്നെ അവിടെ പള്ളി പോകുന്നു, അമ്പലം പോകുന്നു, ക്രിസ്ത്യാനി എല്ലാം പോവാ. അങ്ങനെ ഒന്നും ജാതി മതം ഒന്നുമില്ല, എല്ലാം പൊക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ദുരന്തങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്? അവിടെയാണ് നമുക്ക് മനസ്സിലാക്കുക. വെറുതെ ഒന്നുമല്ല ഇത് അല്ലാഹു കാണിച്ചത്. ഖുർആൻ എടുത്തു നോക്ക്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഒരുപാട് ചരിത്രങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ ഞാൻ ജലപ്രളയത്തിൽ മുക്കിക്കൊന്നു, തൂഫാനിൽ മുക്കിക്കൊന്നു. എത്രയോ പ്രവാചകന്റെ സമുദായങ്ങളെ ഞാൻ തലകീഴായിട്ട് എടുത്തു മറിച്ചു. ഇതൊക്കെ ഖുർആൻ ഇങ്ങനെ പറഞ്ഞത് വെറുതെ ഒന്നുമല്ല. ഈ ചരിത്രങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് അല്ലാഹു അവസാനം പറയുന്നത്, നീ ചിന്തിക്കും മനുഷ്യ. വെറുതെ എന്നല്ല. ഏതൊരു സംഭവം അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോഴും അതിന്റെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നീ ചിന്തിക്കാനാ പറയുന്നത്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളു. ഇത് നിനക്ക് പഠിക്കുന്നതിന് വേണ്ടി അല്ലാഹു ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. പക്ഷെ നമ്മൾ തയ്യാറാകുന്നില്ല. അപ്പൊ അല്ലാഹു ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഇതൊക്കെ കാണിച്ചു പഠിച്ചില്ല. നമ്മുടെ നാട്ടിലേക്കും അതെല്ലാം കടന്നു വന്നു.
ദുരന്തങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനിയെങ്കിലും നമുക്കൊന്ന് പാഠം ഉൾക്കൊള്ളണം. ഇനിയെങ്കിലും നമുക്കൊന്ന് പഠിക്കാൻ തയ്യാറാകണം. എന്താണ് ഇതിന്റെ കാരണം? എന്താണ്? പടച്ചവനെ, വെള്ളപ്പൊക്കവും സുനാമിയും കൊടുങ്കാറ്റും ഉരുൾപൊട്ടലും എന്തിനാ പടച്ചവനെ നിപ പോലെയുള്ള മാരക രോഗങ്ങൾ ഇങ്ങനെ പടരുകയാണ്? അല്ലാഹുവേ പടച്ചവനെ, ക്യാൻസറും ട്യൂമറും കിഡ്നി തകർന്നവരും പടച്ചവനെ ശരീരം തളർന്നു കിടക്കുന്നവരും ഒരുപാട് മാരക രോഗങ്ങളും പടർന്നുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾ വരെ പടച്ചവനെ രോഗം പിടിപെടുകയാണ്. പടച്ചവനെ, പ്രഷറും ഷുഗറും എല്ലാം പ്രായമുള്ളവർക്കായിരുന്നെങ്കിൽ 4 വയസ്സുള്ള 5 വയസ്സുള്ള കുഞ്ഞിന് വരെ പടച്ചവനെ ഇൻസുലിൻ എടുക്കുന്ന കാലമാ. എന്റെ പ്രിയമുള്ളവരെ, ഇത്രയ്ക്കും മാരകമായ രോഗങ്ങള് എല്ലാം നമ്മളെ പിന്തുടരാനുള്ള കാരണം എന്താണ്? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താണ് അതിന്റെ കാരണമെന്നാണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാണ്, ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്തെന്നറിയുമോ? കുല്ലു ബൽദത്തിൻ യകൂനു ഫീഹിൽ അർബഉ വഅഹ്ലുഹാ മഅസൂമൂന മിനൽ ബലാ. അവിടുന്ന് പറഞ്ഞു തരികയാണ്, മഹാന്മാര് പറഞ്ഞു തരികയാണ്, ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്തെന്നറിയുമോ? ഒരു നാട്ടിലെ 4 വിഭാഗം ആൾക്കാർ ഇല്ലാതെ വന്നാൽ, ഒരു നാട്ടിൽ 4 വിഭാഗം ആൾക്കാർ ഇല്ലാതെ വന്നാൽ അവിടെ ദുരന്തങ്ങളും അവിടെ ഭൂകമ്പങ്ങളും സുനാമികളും മാരക രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ വിപത്തുകളൊക്കെ നമ്മുടെ നാടുകളിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടാകാനുള്ള കാരണം 4 വിഭാഗം ആൾക്കാർ ഇന്ന് കാണാൻ തന്നെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ പറക്കിയെടുക്കാം. 4 വിഭാഗം ആൾക്കാർ ഭൂമിയിൽ ഇല്ലാതെ വരുമ്പോൾ, ഒരു നാട്ടിലില്ലാതെ വരുമ്പോൾ ആ നാട്ടിൽ വിപത്തുകൾ ഉണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ 4 വിഭാഗം ആരെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. ഈ പറയുന്ന 4 വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ നാട്ടിലുണ്ടോ? നിങ്ങളിൽ ആരെങ്കിലും ആ 4 വിഭാഗത്തിൽപ്പെട്ടവരാണോ? നമുക്ക് പഠിച്ചിട്ട് ദുആ ചെയ്തു പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ബക്കറ്റ് കളക്ഷനുണ്ടോ? ആദ്യം വേണോ അവസാനം വേണോ? ഉസ്താദിന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കാം. മാഷാ അല്ലാഹ്. അപ്പൊ അവസാനം, കാരണം ഇപ്പൊ എടുത്ത ഇപ്പൊ തന്നെ എഴുന്നേറ്റ് പോകും. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് അവസാനം. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 3 സ്വലാത്ത് പറ. സല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه ما سلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു വെളിച്ചമാക്കി തരുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും സമാധാനവും സന്തോഷവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ് നമ്മളെ എല്ലാവരെയും മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും മുത്തുനബിയുടെ റൗള സിയാറത്ത് ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് 4 വിഭാഗം. ഇതിലെ ഒന്നാമത്തെ വിഭാഗം നിങ്ങളുടെ പരിസരത്ത് കരുവാങ്കല്ലിൽ എത്ര കിലോമീറ്റർ ഉണ്ട്? 2.5 കിലോമീറ്റർ. കരുവാങ്കല്ല് ഇവിടെ വഴുത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അവിടുത്തെ ഒരു വിഭാഗം ഞാൻ അവിടെ പറഞ്ഞു, ബാക്കി 3 വിഭാഗം ഇവിടെ പറയാന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ അവിടെ വരാത്തവരാണെന്ന് അറിയാം. എങ്കിലും ഇൻഷാ അല്ലാഹ് അതിലെ ഒരു വിഭാഗം ഞാൻ അവസാനം പറയാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു നാട്ടിൽ ദുരന്തമുണ്ടാകാനുള്ള കാരണങ്ങൾ 4 എണ്ണമാണ്. 4 വിഭാഗം ആൾക്കാരില്ലാതെ വരുമ്പോഴാണ് ഭൂമിയിലെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ആ 4 കാര്യങ്ങളിൽ ഒരു കാര്യം എന്തെന്നറിയുമോ? വാലിമുൻ അലാ സബീലിൽ ഹുദാ.
പറയുകയാണ്, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു നാട്ടിലില്ലാതെ വന്നാൽ അവിടെ ദുരന്തമുണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുമ്പോ പ്രിയമുള്ളവരെ ആലിമീങ്ങളുണ്ടല്ലോ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന അൽ-ഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ അനന്തര അവകാശികളായ ആലിമീങ്ങളുണ്ടല്ലോ. ആലിമീങ്ങൾ ഒരു നാട്ടിലില്ലാതെ വന്നാ അവിടെ വിപത്തുകൾ ഇറങ്ങുമെന്ന് അവിടെ നിന്ന് പറഞ്ഞു വരുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാര്, നമുക്ക് ആലിമീങ്ങളുടെ മഹത്വം എന്താണ്, പവിത്രത എന്താണ്, സ്ഥാനം എന്താണ്, അവരാരാണ്, അവരെ സ്നേഹിച്ചാൽ, അവരെ ബഹുമാനിച്ചാൽ, അവർക്ക് ഭക്ഷണം കൊടുത്താൽ, അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താണെന്ന് നമ്മളിൽ പലർക്കും മനസ്സിലായിട്ടില്ല. പുതിയ തലമുറയുണ്ടല്ലോ, നമ്മുടെ വീട്ടിലെ കാരണവന്മാരുണ്ടല്ലോ, അവർക്ക് നിർബന്ധമായിരുന്നു എന്റെ കുടുംബത്തിൽ ഒരു ആലിമ വേണം. പഴയ വാപ്പമാർക്ക് നിർബന്ധമായിരുന്നു എന്റെ മക്കൾ 5 എണ്ണം ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം ആലിമാകണം. എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന ഒരു മകന്, എന്റെ മയ്യത്ത് നമസ്കരിക്കാൻ അറിയുന്ന ഒരു മകന്, എന്റെ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് യാസീനോദി ഖത്തമോദിയിട്ട് അല്ലാഹുവേ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഒരു ആലിമായ മകൻ എന്റെ കുടുംബത്തിൽ വേണമെന്ന് പഴയ വാപ്പമാർക്ക് വല്ലാത്ത നിർബന്ധമായിരുന്നു. അങ്ങനെയല്ലല്ലോ അല്ലാഹുവേ, അങ്ങനെയല്ല. നമ്മുടെ ആഗ്രഹം മക്കൾ ആലിമീങ്ങളാക്കണമെന്നല്ല, കാരണം അവർക്ക് ശമ്പളമില്ല, അവർക്ക് പൈസ കുറവാണ്, അവർക്ക് അടിച്ചു പൊളിച്ച് നടക്കാൻ കഴിയില്ല. അല്ലാഹുവേ, പടച്ചവനെ, പടച്ചറപ്പിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരാ ആലിമീങ്ങള്. ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാ ആലിമീങ്ങള്. നമ്മൾക്ക് അവരുടെ മഹത്വം അറിയില്ല, എങ്കിലും മഹത്വം അറിയുന്ന ഒരു വിഭാഗമുണ്ട്. പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ഖബറാളികളുണ്ടല്ലോ, അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പള്ളിക്കാട്ടിൽ കിടക്കുന്ന ഖബറാളികൾക്കറിയാം ഉസ്താദിന്റെ മഹത്വം എന്താ, ആലിമീങ്ങളുടെ മഹത്വം എന്താ, ഇൽമ പഠിക്കുന്ന ഒരു മനുഷ്യന്റെ മഹത്വം എന്താണ്. ജീവിച്ചിരിക്കുന്നവരിൽ അധികം പേർക്കും അറിയില്ലെങ്കിലും പള്ളിപ്പറമ്പിൽ കിടക്കുന്ന മയ്യത്തുകൾക്ക് നല്ലതുപോലെ അറിയാം. എന്തേ കാരണമെന്നറിയുമോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ഖബറാളികൾ ആഗ്രഹിക്കുമെന്നാണ്. അല്ലാഹുവേ, ഒരു ആലിമ വന്നിരുന്നെങ്കിൽ, ഒരു ആലിമ ഈ പള്ളിപ്പറമ്പിലെ ഖബർസ്ഥാനിലൂടെ നടന്നു പോയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. അല്ലാഹ് ഖബറാളികൾ ആഗ്രഹിക്കുമെന്നാ. കാരണമെന്തെന്നറിയുമോ, ഖബർസ്ഥാനിലൂടെ ഒരു ആലിമ നടന്നു പോയാൽ ആ മനുഷ്യൻ നടന്നു പോയതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഖബറാളികൾക്ക് പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വരുമ്പോൾ ആലിമിന്റെ മഹത്വം, ആലിമിന്റെ പവർ. പ്രിയമുള്ളവരെ, പക്ഷേ നമ്മളിൽ പലർക്കും അത് തിരിയാറില്ല. അതുകൊണ്ടാണ് പുതിയ തലമുറ എന്റെ മകനെ ഡോക്ടറാക്കണം, എഞ്ചിനീയറാക്കണം, എംഎക്കാരനാക്കണം, ഡിഗ്രിക്കാരനാക്കണം, എല്ലാവരും ഗവൺമെന്റ് ജോലിക്കാരാകണം. ഇന്നത്തെ ഉമ്മയുടെയും വാപ്പയുടെയും ആഗ്രഹങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് എല്ലാവരും അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ്, അതിനു വേണ്ടിയുള്ള കഷ്ടപ്പാടാണ്. ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ, നല്ല നല്ല ഉയരങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി എന്തിനാ മദ്രസയിൽ പോലും അരമണിക്കൂർ പഠിക്കാൻ വിടാൻ, മദ്രസയിൽ പോലും തന്റെ മക്കളെ ഒരു അരമണിക്കൂർ പഠിക്കാൻ വിടാൻ നമ്മളിൽ പലർക്കും സമയമില്ലാതെ വരുമ്പോ ആലിമിന്റെ മഹത്വം എന്നറിയുമോ, ആലിമിന്റെ മഹത്വം എന്തെന്നറിയുമോ,
സാരമല്ല സഹോദരാ, വല്ലാത്ത മഹത്വമാണ്. അല്ലാഹു ആദരിച്ച മനുഷ്യനാണ് ആലിമ്, ആദരിച്ചവനാ ആലിമ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ. എല്ലാവർക്കും ഇൽമു പഠിക്കാൻ കഴിയില്ല, എല്ലാവർക്കും ഖുർആൻ കാണാതെ പഠിക്കാൻ കഴിയില്ല, എല്ലാവർക്കും മുത്തുനബിയുടെ ജീവിതം ഹദീസുകൾ അവിടുന്ന് പഠിക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, കാരണം അത് അല്ലാഹുവിന്റെ പ്രകാശമാണ്, അല്ലാഹുവിന്റെ നൂറാണ്. ഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖുൻ നൂറുല്ലാഹി ലാ യുഅതാ ലിഅസീഹി. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അല്ലാഹു അറിവ് കൊടുക്കൂ, അല്ലാഹു ഇൽമു കൊടുക്കൂ, അല്ലാഹു അവരെ ആലിമീങ്ങളാക്കൂ. എന്റെ പ്രിയമുള്ളവരോട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ ഒരേ ഒരു ചരിത്രം മാത്രം ഞാൻ പറഞ്ഞു തരാ. ആലിമിന്റെ ചരിത്രം പറയട്ടെ. ആലിമിന്റെ ചരിത്രം പറയണ്ട, ആലിമിനെ സ്നേഹിച്ച മനുഷ്യന്റെ മഹത്വം ഞാൻ പറഞ്ഞു തരാ. എന്റെ പ്രിയമുള്ളവരെ, തൃപ്പനിച്ചി ഉസ്താദിന്റെ പേരാണ്. അല്ലാഹുവേ, ആ മഹാനവല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ്. നിങ്ങളുടെ സ്നേഹം വെറുതെയല്ല, നിങ്ങളുടെ സ്നേഹം വെറുതെയല്ല. ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാ. ഒരു ആലിമിനെ സ്നേഹിച്ച ഒരു മനുഷ്യന്റെ മഹത്വം പറയാ. ഒരു ചരിത്രം പറയുകയാണ്. ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ഉസ്താദന്മാരെ സ്നേഹിക്കുന്നവര്, ഉസ്താദന്മാരെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവര്, ഉസ്താദന്മാരെ ആദരിക്കുന്നവര്, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമെന്ന് ഞാൻ പറഞ്ഞു തരാ. പറഞ്ഞു തരികയാണ്. ഒരു നാട്ടിന് മഴയില്ല, വല്ലാത്ത പ്രയാസത്തിലാണ്. വെള്ളം കിട്ടാതെ വരുമ്പോ മൃഗങ്ങൾക്കോ കുടിക്കാൻ വെള്ളമില്ല, എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണ്. അവസാനം ജനങ്ങൾ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാ. മഴയില്ലാതെ വന്നപ്പോ കുടിക്കാൻ വെള്ളമില്ല, ജനങ്ങൾ മുഴുവനും വല്ലാത്ത പ്രയാസത്തില. ആ സമയത്ത് നാട്ടുകാര് മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി. എന്തിന്? അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതിന് വേണ്ടി ഒരു നാട്ടുകാര് മുഴുവനും ഒരുമിച്ച് കൂടി. അവസാനം എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ ഞങ്ങൾക്ക് നീ മഴ തരണം തമ്പുരാനെ. എല്ലാരും അല്ലാഹുവിനോട് ദുആ ചെയ്തു, പക്ഷെ മഴ പെയ്യണില്ല. എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്തു, മഴ പെയ്യുന്നില്ല. എല്ലാവരും വല്ലാത്ത വേദനയിലായി. പടച്ചവനെ, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ദുആ ചെയ്തിട്ട് പോലും മഴ കിട്ടിയില്ലല്ലോ അല്ലാഹ്. എല്ലാവരും വലിയ പ്രയാസത്തിലാണ്. അങ്ങനെ എല്ലാവരും വളരെ ദുഃഖത്തോടു കൂടി നിൽക്കുമ്പോ ഒരു പാവപ്പെട്ട ഒരു പ്രായമുള്ള മനുഷ്യൻ ഇങ്ങനെ നടന്നു വരിക. ഒരു പ്രായം ചെന്ന ആരുമൊന്നുമല്ല, ഒരു സാധുവായ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുന്നു. അപ്പൊ ജനങ്ങളൊക്കെ ഇങ്ങനെ പ്രയാസത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? എല്ലാരും വല്ലാത്ത ദുഃഖത്തിലാണല്ലോ, എന്ത് പ്രയാസം? അവിടുന്ന് പറഞ്ഞു, ഞങ്ങൾക്കും മഴയില്ല, ഞങ്ങൾ എല്ലാവരും മഴ കിട്ടുന്നതിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തു, പക്ഷെ മഴ കിട്ടിയില്ല, അതിന്റെ പ്രയാസത്തിൽ നിൽക്കുകയാണ്. ഈ പ്രായം ചെന്ന മനുഷ്യൻ ചോദിച്ചു, ഞാനൊന്ന് ദുആ ചെയ്യട്ടെ. ഈ മനുഷ്യൻ ചോദിച്ചു, ഞാനൊന്ന് ദുആ ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മളാണെങ്കിൽ എന്ത് ചിന്തിക്കും? പിന്നെ ഇപ്പൊ എളുപ്പം മറിക്കാൻ പോയില്ല, നമ്മളെങ്ങനെ ചിന്തിക്കാം? ഇവനിപ്പോ ഇത്രയും പേര് ചെയ്തിട്ടെങ്കിൽ ഇയാള് മാത്രം ചെയ്തിട്ട് എന്ത് കിട്ടാൻ? പക്ഷെ ആ ജനങ്ങൾ പറഞ്ഞു, ചെയ്തോ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ പ്രായം ചെന്ന മനുഷ്യൻ 2 റക്അത്ത് നമസ്കരിച്ചു. ആ പ്രായം ചെന്ന മനുഷ്യൻ 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് തന്റെ ഇരുകരങ്ങൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തുകയാണ്. 2 കൈയും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ബിഹഖി മാ ഫീ റഅസി. അല്ലാഹുവേ, എന്റെ കണ്ണുണ്ടല്ലോ, എന്റെ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് നീ ഇവർക്ക് മഴ കൊടുക്കണേ അല്ലാഹ്. അവിടുന്ന് ദുആ ചെയ്തത് എങ്ങനെയാണ്? എന്റെ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് നീ ഇവർക്ക് മഴ കൊടുക്കണേ തമ്പുരാന്. ആ മനുഷ്യനങ്ങ് ദുആ ചെയ്ത് കഴിയുമ്പോ സുബ്ഹാനല്ലാഹ്, ആ
ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ പെയ്തിറങ്ങുകയാണ്. ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ പെയ്തിറങ്ങുകയാണ്. ജനങ്ങൾ മുഴുവനും അത്ഭുതപ്പെടുകയാണ്. ആരാണ് പടച്ചവന്? മനുഷ്യനാരാണ് തമ്പുരാന്? മനുഷ്യന്റെ കണ്ണിന്റെ ബർക്കത്ത് എന്താണ്? ജനങ്ങൾ മുഴുവനും അവിടെ നിന്ന് ഒരുമിച്ച് കൂടി പാവപ്പെട്ട മനുഷ്യനോട് ചോദിക്കുകയാ, എന്താണ് നിങ്ങളുടെ കണ്ണിന്റെ ബർക്കത്ത്? എന്താണ് നിങ്ങളുടെ കണ്ണിന്റെ ബർക്കത്ത്? ആ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാ, അദാനി ഐനാനി റഅത അബാ യസീദ് അൽ ബിസ്താമി. എന്റെ കണ്ണിന്റെ ബർക്കത്ത് എന്തെന്നറിയുമോ? ഞാൻ ഈ കണ്ണ് റബ്ബിനോട് അല്ലാഹുവേ ഈ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് എനിക്ക് തരണേ എന്ന് ചോദിച്ചാൽ എന്തും ആ മനുഷ്യന് കൊടുക്കുമായിരുന്നു. അല്ലാഹുവേ ഈ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് നീ എനിക്കൊരു കാര്യം തരണേ എന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ ചോദിക്കുന്ന കാര്യം അല്ലാഹു കൊടുക്കുമായിരുന്നു. ജനങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ കണ്ണിന്റെ ബർക്കത്ത് എന്താ? ആ മനുഷ്യൻ പറഞ്ഞു, ഈ കണ്ണേതെന്നറിയുമോ? ഈ കണ്ണാരെ കണ്ട കണ്ണെന്നറിയുമോ? അബൂ യസീദുൽ ബിസ്താമി എന്ന് പറയുന്ന താബീങ്ങളിൽപ്പെട്ട ലോകമറിയുന്ന ഒരു പണ്ഡിതനെ കണ്ട കണ്ണാട്, ഒരു ആലിമിനെ കണ്ട കണ്ണാട്, ഒരു ഉസ്താദിനെ കണ്ട കണ്ണാട്. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാൽ അല്ലാഹു എനിക്ക് തരുമെന്ന് പറയുമ്പോ ആലിമിനെ കണ്ട മനുഷ്യന്റെ മഹത്വം ഇതാണെങ്കിലോ, ആലിമിനെ കണ്ട മനുഷ്യന്റെ മഹത്വം ഇതാണെങ്കിലോ, പ്രിയമുള്ളവരെ ആലിമിന്റെ മഹത്വം എന്താ? മഹാനായ തൃപ്പനച്ചി ഉസ്താദിനെ കണ്ട പലരുമുണ്ടല്ലോ. പ്രിയമുള്ളവരെ നിങ്ങൾ ആരാടോ? അല്ലാഹു ഇഷ്ടപ്പെട്ടവരാടോ? ആലിമിനെ കണ്ട മനുഷ്യന്റെ മഹത്വം ഇതാണെങ്കിലോ ചിന്തിച്ചു നോക്ക്. ഒരു ആലിമിന്റെ പ്രാർത്ഥന, ഒരു ആലിമിന്റെ ദുആ, ഒരു ആലിമിന്റെ സ്ഥാനം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു ആലിമിന്റെ ഒരേ ഒരു മഹത്വം ഞാൻ പറഞ്ഞു തരാ. നബി പറയുകയാണ്, സഹാബ 5 കാര്യങ്ങളിൽ നോക്കുന്നത് ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യമാണ് സഹാബ. നബി അവിടെന്ന് പറയുകയാ, 5 കാര്യങ്ങളിൽ നോക്കുന്നത് ഇബാദത്താണ്. അവരുടെ കണ്ണിന്റെ കാഴ്ച കുറയൂല, അവരുടെ കാഴ്ച നഷ്ടപ്പെടൂല. എന്റെ പ്രിയമുള്ളവരെ, അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു വന്ന് ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന 1ാമത്തെ കാര്യം എന്തെന്നറിയുമോ? സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച പടച്ച റബ്ബിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ. കറുത്ത കല്ലുകൾ കൊണ്ട് മൂടിയിരിക്കുന്ന ആ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ. നിങ്ങളും ഹയ്യ അല സ്വലാ ഹയ്യ അലൽ ഫലാഹ് അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ച പള്ളിക്കകത്തേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുവേ ഞാൻ ഖിബിലയ്ക്ക് അഭിമുഖമായി നിന്ന് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തിട്ട് ഞാനും നിങ്ങളും നേരെ നിന്ന് നിസ്കരിക്കുന്ന കഅബയുണ്ടല്ലോ, ആ പരിശുദ്ധമായ കഅബാലയം ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നാൽ നോക്കുന്ന സമയം എത്രയും ഇബാദത്തിന്റെ കൂലിയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഒന്നും പറയണ്ട. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന അത്രയും സമയം ഇബാദത്തിന്റെ കൂലിയ. ആ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച കുറയാറുമില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു പോയി സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ഒന്ന് പോകണം ഇടയ്ക്കൊക്കെ. ചുമ്മാ ഇങ്ങനെ നടന്നാ പോരാ, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കി നടന്നാ പോരാ. ഒന്ന് പോകണം, മക്കത്ത് പോകണം, കഅബാലയത്തിൽ പോകണം, ഹജറുൽ അസ്വദ് തൊടണം, ഹജറുൽ അസ്വദ് ചുംബിക്കണം, കഅബാലയത്തിന്റെ കില്ല പിടിക്കണം, മഖാം ഇബ്രാഹിമിന്റെ മുന്നിൽ പോയി നിസ്കരിക്കണം, ഹിജ്റ ഇസ്മായിലിനകത്ത് കയറണം, സ്വർണ്ണപ്പാത്തിയുടെ താഴെ നിന്ന് ദുആ ചെയ്യണം. ഇതൊക്കെ പോയി കാണാനും
ചെയ്യാനുമുള്ളതാണ്. പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് നീട്ടേണ്ട കാര്യമല്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അവിടെ ചെല്ലാൻ കഴിയൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പോകാൻ ആഗ്രഹമുണ്ടോ? എന്ന് കൈവക്കി. അതിനും ആഗ്രഹമില്ലാത്ത മനുഷ്യന്മാരുണ്ടോപ്പാ? ഇവനൊക്കെ ഇനി എവിടെ പോകാൻ കിടക്കുന്നു? അള്ളാഹു ഹജ്ജിനും ഉംറയ്ക്ക് പോകാൻ പോലും മനസ്സില്ലാത്തവർ പോയിട്ടുണ്ടാകും. അതാ പോയിട്ടുണ്ടാകും. ഞാൻ ഹജ്ജിന് പോയിട്ടുണ്ടാകും, അതുകൊണ്ടാ പൊക്കാത്ത. അങ്ങനെ ചിന്തിക്കാം. നല്ലത് ചിന്തിക്കണമെന്നല്ലേ? അള്ളാഹു ഈമാൻ കൊടുക്കുമാറാകട്ടെ. എങ്കിലും ഹജ്ജിന് പോയാൽ പിന്നെ പോകണമെന്നല്ലേ ആഗ്രഹം? അല്ലേ? അള്ളാന്റെ കഅബ കണ്ട മനുഷ്യന് പിന്നെയും കാണാൻ പോകാനല്ലേ ആഗ്രഹം? ഉള്ളത് പറ. ആണോ? ഇതൊക്കെ ഏത് കൂട്ടത്തിലായിരിക്കും? അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പോകണം. ചുമ്മാ ഇങ്ങനെ വാരിക്കൂട്ടി വെക്കാനുള്ളതല്ല. ആഫിയത്തും ആരോഗ്യമുള്ള സമയത്ത് വയസ്സാം കാലത്ത് ഉമ്മായി ഏതെങ്കിലും വണ്ടി കയറ്റി വിടലല്ല. പാപ്പാനെ പ്രായം ചെന്ന പല മാതാപിതാക്കൾക്കും ഹജ്ജിനും ഉംറയ്ക്കും പോകാൻ പറ്റാത്തതിന്റെ കാരണം മക്കളുടെ തിരക്ക്. മാതാവിനും പിതാവിനും ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പൈസയുണ്ട്, പോകാത്ത എന്ത്? മക്കൾക്ക് സമയമില്ല കൊണ്ടുപോകാൻ. തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ കണ്ട ലഗേജ് വിടുന്ന പോലെ വിടാം. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അറിയുന്ന ആരെങ്കിലും പോയാ ലഗേജ് കയറ്റിവിടുന്നത് പോലെ വാപ്പാനെ ഉമ്മാനെ കയറ്റിവിടുക. ഇത് തന്നെ അവസ്ഥ. എന്തിനാടാ മോനെ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സമയമില്ല ഒന്ന് വാപ്പാനെ കൊണ്ട് മക്കത്ത് പോയിട്ട് ഉംറ ചെയ്യിപ്പിക്കാൻ, ഹജ്ജ് ചെയ്യിപ്പിക്കാൻ. ഇന്നത് മക്കൾക്ക് സമയമില്ല. അതുകൊണ്ട് നാളെ നിങ്ങളുടെ മക്കളും ചെയ്യണമെന്നൊന്നുമില്ല. ഈ യുവന്മാരുടെ ഒക്കെ ഭരണമാണ്. അള്ളാഹു അല ഇനിയിപ്പം കയറ്റി വിട്ടാൽ തന്നെ വലിയ പ്രശ്നം വരും. അത് ഇനി എപ്പോഴാ പറ്റുന്നറിയത്തില്ല. ഉള്ള നേരത്തെ പൊക്കോണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സത്യല്ലേ? ഈ നിയമങ്ങളൊക്കെ ഇങ്ങനെ വരികയല്ലേ? നമ്മളൊക്കെ ഈ നാട്ടുകാരാണെന്ന് തെളിയിക്കണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാനാ? നിന്റെ വാപ്പാടെ വാപ്പ 1971 51 ഇവിടെ ഉണ്ടെന്ന് പറയും. തെളിക്ക് എന്ത് രേഖ നിന്റെയിലുള്ള? എന്ത് രേഖയുള്ള? ഒരു രേഖയില്ല മനുഷ്യ. കാരണം എന്ത്? നമുക്ക് എന്തിനാ രേഖ? പള്ളിക്കാട്ടി പോകാൻ വേണ്ടി കാത്തിരിക്കുന്നത് നമുക്ക് എന്ത് രേഖ? എടാ അസ്റായീൽ എപ്പോഴാ വരുന്നതെന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുക. അപ്പോഴാ ഇനിയിപ്പോ നീ ഇവിടെ ജനിച്ച, നീ എവിടെ ജനിച്ചാൽ നമുക്കെന്താ? സ്വർഗമെന്ന് പറയുന്ന വീട്ടിലേക്ക് പോകാൻ പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന മയ്യത്ത് കട്ടിൽ എന്ന് പറയുന്ന വാഹനവും കാത്തു നിൽക്കുന്നവരെ നമുക്ക് എന്നാ? വന്ന പെട്ടെന്ന് നമുക്ക് പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പോണ്ടേ? എന്താ പോണ്ട? ഇല്ല, ഇവിടെ തന്നെ നിൽക്കണം. അസ്റായീൽ വന്ന് വിളിച്ചാ പോണ്ടാന്ന് പറഞ്ഞാൽ ചങ്ങാതി വിട്ടിട്ട് പോവോ? ഇവിടെ കരുണയെന്ന് പറയുന്ന സാധനം ചങ്ങാതിക്കില്ല. അതാ വേറെ ആരുടെയും അസ്റായീൽ എന്ന് പറയുന്ന മലക്കിന് കരുണയില്ല. നീ ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല. എന്തൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാലും ഒരു പരിഗണനയില്ല. അതുകൊണ്ട് തന്നെ എന്തിനെ ആ മലക്കിന് അള്ളാഹു ഈ ജോലി കൊടുത്തത്? മനസ്സിനെ സൃഷ്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ അള്ളാഹു എല്ലാ മലക്കുകളോടും പറഞ്ഞു അത്രേ, ഭൂമി പോയിട്ട് ഒരു പിടി മണ്ണ് വാരിയിട്ട് വരാം. എല്ലാ മലക്കുകളും വന്നപ്പോ ഭൂമി കരച്ചില. ദയവ് ചെയ്ത് എടുക്കരുത്, സങ്കടം പറയാ. എല്ലാരും പിരിഞ്ഞു പോയി. അസ്റായീൽ അലൈഹിസ്സലാം ഇങ്ങോട്ട് വന്നപ്പോ ഭൂമി പറഞ്ഞത്ര കരഞ്ഞുകൊണ്ട്, നീ പോ, അള്ളാഹ് പറഞ്ഞ ഞാൻ എടുക്കും, പൊട ചങ്ങാതി എടുത്തുകൊണ്ട് പോയി. ഇത് ഒരു കരുണയില്ലാത്ത മലക്കാണ് അസ്റായീൽ. വന്നു കഴിഞ്ഞാൽ കൊണ്ടേ പോകത്തുള്ളൂ. അള്ളാഹു നമ്മുടെ യാത്ര നല്ല പോലെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉംറയ്ക്കും ഹജ്ജിനൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് ഉംറയ്ക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യോ? ഓസിന് വേണ്ട, ഓസിനോട് പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. നിങ്ങളൊക്കെ ദുആ ചെയ്തിട്ട് ഞാൻ അവിടെ പോയാ എനിക്ക് ദുആ ചെയ്തവർക്ക് വേണ്ടി ഞാൻ അവിടെ നിന്ന് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇനി പറ, ദുആ ചെയ്യോ? സന്തോഷം ഇല്ലാത്തതിന്റെ ദുആ ചെയ്യോ? അല്ലാഹു നമ്മളെല്ലാവരെയും അവിടെ എത്തിക്കുമാറാകട്ടെ. ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത മാസം റബീഉൽ അവ്വലിലാ പോണേ. എല്ലാം വാഴല്ലേ റബീഉൽ അവ്വലിൽ പോയിട്ട് മുത്തുനബിയുടെ റൗള ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹം. റമളാൻ മാസത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചു. പള്ളി ജോലി ഉള്ളത് കാരണം അത് പറ്റിയില്ല. ഹജ്ജിന് പോകാൻ പിന്നെ അത് എന്തായാലും ഇൻഷാ അല്ലാഹ് മനസ്സിൽ വലിയ ആഗ്രഹമുണ്ട്. നബിദിനത്തിന് ഇൻഷാ അല്ലാഹ് ഉംറയ്ക്കും പോകണം. അടുത്ത വർഷം ഹജ്ജിനും പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരുമാറാകട്ടെ. ഹജ്ജിന് പോയാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ഹജ്ജിന് പോയാൽ കിട്ടുന്ന പ്രതിഫലം എന്താ അറിയോ? അറിഞ്ഞിരുന്നെങ്കിൽ വീട് വിട്ടിട്ട് പോയാലേ. ഹജ്ജിന് പോകുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടത്തെ എല്ലാം വിറ്റിട്ട് പോയാൽ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഹജ്ജിന്റെ പ്രതിഫലം അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്ന. സ്വർഗ്ഗവാ പ്രതിഫലം. നിന്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചാൽ അതിന്റെ പ്രതിഫലം സ്വർഗ്ഗമാണ്. അള്ളാഹു നൽകുമാറാകട്ടെ.
അള്ളാഹു നൽകുമാറാകട്ടെ. രണ്ടാമതൊരു പ്രതിഫലം കൂടെയുണ്ട്. ഒരു ഹാജിക്ക് എത്ര പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം? ഒരു ഹാജി ഹജ്ജ് ചെയ്ത ഒരു ഹാജിക്ക് എത്ര പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം? ഒരു ഹാഫിദിന് 40 പേർ, ആലിമിന് 10 പേർ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാഇന് 70 പേര്. ഒരു ഹാജിക്കോ എത്ര പേര്? പറ മനുഷ്യ, എത്ര പേര്? 400 പേരെ കൊണ്ടുപോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എത്ര പേരെ കൊണ്ടുപോകാം? പറ, എത്ര പേരെ കൊണ്ടുപോകാം? അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കാം, ഉസ്താദേ ഓരോ ഹാജിയാക്കന്മാരുടെ കയ്യിലിരിപ്പ് കണ്ട ഓൻ തന്നെ പോകാറില്ല. ഇന്നത്തെ ചില ഹാജിയാക്കന്മാരുടെ ഹജ്ജിന് പോയിട്ട് വന്ന വാപ്പാടെ ഉമ്മാടെ സ്വഭാവം കണ്ട അവരെങ്കിലും പോകും, അവര് പോലും പോകത്തില്ല. അങ്ങനത്തെ ജീവിതം. 400 പേരെ ഹജ്ജ് ചെയ്ത ഒരു ഹാജിക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഭാഗ്യമുണ്ടെന്ന, ശഫാഅത്ത് ചെയ്യാനുള്ള അർഹതയുണ്ടെന്ന. പക്ഷെ ഹാജിയായിട്ട് ജീവിക്കണം. അപ്പോഴേ അള്ളാഹു പ്രതിഫലം തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാതെ മക്കത്തും മദീനത്തും പോയിട്ട് വന്നിട്ട് പലിശ പരിപാടി വീണ്ടും പഴയതുപോലെ. ഉമ്മയൊക്കെ വന്ന് അല്ലാഹുവേ ഹജ്ജുമ്മയാണ്, ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്നത്, ഇപ്പോഴും ടിവിയുടെ ഫ്രണ്ടിൽ ഇരിക്കുക. മക്കള് തന്നെ ചോദിക്കുക, എന്തിനാ ഉമ്മ അങ്ങനെ മക്കത്ത് വരെ പോയി? അങ്ങനത്തെ അല്ല. ഹാജിയെ പോലെ ജീവിക്കണം. അതൊരു വലിയ പദവിയാ, അത് വലിയൊരു അംഗീകാരമാണ്. നീ അള്ളാഹുവിന്റെ അതിഥിയാ. ഹാജി എന്ന് പറഞ്ഞ വെറുതെ എഴുതി വെക്കാനുള്ള സാധനമല്ല. ഹാജി എന്ന് പറയുന്നത് പലരും ഹജ്ജിന് പോകുന്ന എന്തിന്റെ പേരില്ല. അടുത്ത് നടന്ന ഒരു സംഭവം ഞാൻ പറയാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പലരും ഹജ്ജിന് പോകുന്നത് പേരിന് വേണ്ടി. ഒരാൾ ഹജ്ജിന് പോയിട്ട് വന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വെള്ളിയാഴ്ച ദിവസം ഈ ചെറിയ പള്ളികളിലൊക്കെ കമ്മിറ്റിക്കാർ ഇങ്ങനെ കയറി പോകുന്ന വാതിലിരിക്കും. ആരെങ്കിലും തരുന്ന പൈസ മേടിച്ചിട്ട് എഴുതി വെക്കാൻ ദുആ ചെയ്യാം. ഇവിടെ കൊണ്ടോ അങ്ങടെ നാട്ടിലൊക്കെ കണ്ടിട്ട്. അപ്പൊ ഒരു പള്ളിയുടെ സെക്രട്ടറി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാള് വന്നിട്ട് ഒരു പൈസ കൊടുത്തിട്ട് പറഞ്ഞു എഴുതാൻ. അപ്പൊ അദ്ദേഹം എഴുതി വെച്ചു. ഉദാഹരണം പറഞ്ഞ അബൂബക്കർ 501 രൂപ ദുആ ചെയ്യാം. അപ്പൊ അയാൾ ചോദിക്കാം, ഞാൻ പോയപ്പോ നിന്നോട് പറഞ്ഞിട്ടല്ലേടാ പോയത്? ഞാൻ പോയപ്പോ നിന്നോടും കൂടെ പറഞ്ഞിട്ടല്ലേ പോയത്? എവിടെ പോയപ്പോ? ഹജ്ജിന് പോയപ്പോ. ഹാജിന്ന് എഴുതിയില്ല, അതിന്റെ പേര്. എന്റെ പ്രിയമുള്ളവരെ, അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്ത എത്ര പേരെ കൊണ്ടുപോകാം? 400 പേരെ ഒന്നും കൊണ്ടുപോകണ്ട. സ്വന്തമായിട്ടെങ്കിലും ഒന്ന് പോയാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാനിപ്പോ എന്തായാലും ഹജ്ജിന് പോയിട്ടുണ്ട്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എനിക്ക് 400 പേരെ കൊണ്ടുപോകണമെന്നൊന്നും ആഗ്രഹമില്ല. ഞാനെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് കയറി പോയാൽ മതി. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്നിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഇബാദത്തിന്റെ കൂലി, കണ്ണിന്റെ കാഴ്ച, കണ്ണാടിയെ കൂലി കളഞ്ഞ വാപ്പാരി വേണ്ട, പോയിട്ട് അവിടെ ഇരുന്നോ. 2 അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, 114 സൂറത്തുകൾ, 6666 ആയത്തുകൾ നോക്കിക്കൊണ്ടിരിക്കും. അറിയത്തില്ലേ? വേണ്ട. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് നിനക്ക് ഓതാൻ അറിയില്ലെങ്കിലും നീ നോക്കിക്കൊണ്ടിരിക്കുക. നിനക്ക് ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബിയനാ റസൂലുള്ളാഹി. നബിയനാ റസൂലുള്ളാഹി. പക്ഷെ ഇന്ന് നമ്മൾ നോക്കണത് എവിടെ? ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഇന്ന് ആണുങ്ങളും മൊബൈലിലാണ്. അല്ലാഹുവേ, മൊബൈലായാൽ മതിയായിരുന്നു ചില ആഗ്രഹിക്കുക. ഏറ്റവും കൂടുതൽ മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, TV കണ്ടുകൊണ്ടിരിക്കുന്നു. പടച്ചവനെ, ഖുർആൻ തുറക്കാനോ നോക്കാനോ ഒന്നിനും സമയമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മയുടെ മുഖത്ത് നോക്കുക, ഉമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുക, അത് ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യമാണെന്ന് നബിയനാ റസൂലുള്ളാഹി. ആരുടെ മുഖത്ത് നോക്കുക? ആരുടെ മുഖത്ത് നോക്കാം? ഉമ്മയുടെ മുഖത്ത്. പിന്നെ മുടിയെല്ലാം നരച്ച്, തൊലിയെല്ലാം ചുളുങ്ങി, രോഗം പിടിച്ചിട്ട് ചുരുണ്ട് കിടക്കണ. ഇനി ആ ഉമ്മാന്നല്ലല്ലോ പറയണേ. ഇന്നത്തെ യുവതലമുറ പറയണത് കിളവിന്ന് വിളിക്കണം. ഉമ്മ, കിളവി എന്ന് വിളിക്കുന്നത്തെ മക്കൾ. അതുകൊണ്ടാണല്ലോ കാമുകൻ ഫോൺ വിളിക്കുമ്പോ കാമുകി പറയുകയാ, 2 ഉറങ്ങിയിട്ടില്ലടാ. ആര്? വാപ്പായുമായി. 2 സാധനം ഉറങ്ങിയിട്ടില്ല ഇന്നത്തെ തലമുറ പറയുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മയുടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്താ. ഇബാദത്തിന്റെ കൂലി കിട്ടും. ആ നോക്കുന്ന മക്കൾക്ക് കണ്ണാടിയൊന്നും വെക്കണ്ട, കാഴ്ച ശക്തി നഷ്ടപ്പെടൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യാൻ, അവരുടെ കയ്യും കാലും നെക്കി കൊടുക്കാൻ, അവരോട് സ്നേഹം
സ്നേഹത്തോടുകൂടി സംസാരിക്കാൻ, അവരെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ എന്ത് ചെയ്യണം? മാതാപിതാക്കളുടെ മുഖത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഉമ്മയുടെ മുഖത്ത് സമയം കിട്ടുമ്പോൾ എടുത്തു പോയിരിക്കണം. കൈകാലുകളൊക്കെ ഒന്ന് നെക്കി ഉമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അൽഹംദുലില്ലാ ഉമ്മയുടെ മുഖത്ത് ഉമ്മ കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉമ്മയ്ക്ക് എവിടെ ഉമ്മ കൊടുക്കണ്ടേ? കവിളിലാണോ നെറ്റിയിലാണോ? ഉമ്മായിക്ക് ഉമ്മ കൊടുക്കേണ്ടത് എവിടാ? പറ ചങ്ങായിമാരെ, എവിടാ? കവിളിലില്ലേ? ഉമ്മായിക്ക് ഉമ്മ കൊടുക്കേണ്ടത് നെറ്റിത്തടത്തില. നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചാൽ അതിന് വേറെ പ്രതിഫലം കിട്ടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എവിടെ ഉമ്മ വെക്കണം? ഒന്ന് പറ, എവിടെ? ഈ ഫാനൊക്കെ ഒന്ന് ഓഫാക്കി. കൊടുങ്കാറ്റടിക്കണ പോലെയാണ് നടിക്കുന്നതൊക്കെ. എന്താ ചങ്ങാതി മൈക്ക് സെറ്റ് ഓഫാക്കടാനിയ? പരലോകത്ത് നിൽക്കുന്ന രംഗം ഓർമ്മ വരണമെങ്കിൽ ഫാനൊക്കെ ഓഫാക്കും. ഇത്തിരി വിയർക്കുന്നത് നല്ലതാണ്. ഇത്തിരി വിയർ സുഖവാസമാണെങ്കിൽ പോയി ഒക്കെ ഒന്ന് ഓഫാക്കി. അത് തീർന്നാൽ തന്നെ ഏകദേശം. എന്നിട്ട് ഇത്തിരി ഇതിലൊക്കെ ഈ സാധനത്തിൽ ഇത്തിരി ഡിലെ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടി വിട്ടോ. ഓഫാക്കി ഫാനൊക്കെ. ഇത്തിരി ചൂടുകൊള്ളല്ലേ? മണി കാറ്റ് നിർത്തല്ലേ? എന്തൊരു പ്രയാസമുള്ളത് പോലെ. ഇതൊന്നും ഒരു ചൂടല്ല. വിയർക്കുന്നു ഉസ്താദല്ലേ? വിയർക്കുന്നു. ഇതൊന്നും ഒരു വിയർപ്പല്ല മനുഷ്യ. ഇതൊന്നും ഒരു വിയർപ്പല്ല. എന്റെ പൊന്നു മോനെ, വിയർപ്പിന്റെ അകത്ത് മുങ്ങി താഴും ഒരു ദിവസം വരാനുണ്ട്. കണ്ടിട്ടുണ്ടോ? വിയർപ്പിന്റെ അകത്ത് മുട്ടുവരെ, അരവരെ, നെഞ്ച് വരെ, കഴുത്ത് വരെ, തലമുകളിൽ വരെ വിയർപ്പിന്റെ അകത്ത് ജനങ്ങൾ മുങ്ങി നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാ ചൂട്. വീട്ടിൽ ചോറും കറിയും വെക്കുമ്പോ തിളക്കില്ല. എങ്ങനെ അരി തിളയ്ക്കുന്നത് പോലെ തലച്ചോറ് തിളയ്ക്കും. അരി തിളയ്ക്കുന്നത് പോലെ ലാഹുവേ ചൂടുള്ള നാളുണ്ട്, ഖിയാമന്നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂടാ. വൻദോഷ വണ്ടിയുമായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇളാ. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോള. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. അന്ന് വായിലൂടെ പതയും നരയും ഒലിക്കുന്ന ദിവസമുണ്ടല്ലോ. വസ്ത്രമിടാതെ ചെമ്പിന്റെ തറയിൽ നിന്ന് ഉരുകുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. അല്ലാഹുവേ, ആ ദിവസത്തിൽ നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിന്നെ 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ. പരാതിയില്ല, പരിഭവമില്ല. നീ വിശന്ന് കിടന്ന് പാലിന് വേണ്ടി കിടന്ന് കരയുമ്പോ, പിടിച്ചു കിടന്നാലും പട്ടിണി കിടന്നാലും മൂടി വന്നിട്ട് നിനക്ക് പാല് തന്ന നിന്റെ പെറ്റുമ്മയുണ്ടല്ലോ. അമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കൂ. അമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കൂ. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഉമ്മാടെ മുഖത്ത് നോക്കിയിരിക്കലൂ ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? സംസം വെള്ളം കുടിക്കുമ്പോ നോക്കണേ മുസ്ലിമേ, ഹജ്ജിനും ഉംറയ്ക്കും പോയിട്ട് വന്നവർ സംസം വെള്ളം കൊണ്ട് തരുമ്പോ വെറുതെ കുടിക്കാനുള്ളതല്ല. ആ വെള്ളത്തിലൊന്ന് നോക്കിയിട്ട് വേണം കുടിക്കാൻ. കാരണം നോക്കുന്നത് ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യമാ. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ? ആലിമീങ്ങളുണ്ടല്ലോ, ഉസ്താദന്മാരുണ്ടല്ലോ, അല്ലാഹു ആദരിച്ചവരുണ്ടല്ലോ. ആലിമീങ്ങളുടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യമാ. അതുകൊണ്ട് പ്രിയമുള്ളവര്, മുഖത്ത് നോക്കുന്നത്, ആദന്മാരുടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യമാണ്. അവരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടൂല. അവരുടെ
അവരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടൂല. ആലിമിന്റെ മഹത്വമാണ് പറയുന്നത്, ആലിമിന്റെ മഹത്വമാണ് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുസ്ലിമേ, നിന്റെ കുടുംബത്തിൽ ഒരു ആലിമ വേണം, ഒരു ഹാഫിള് വേണ്ട, ഒരു ആലിമ വേണ്ട. നിങ്ങളുടെ മക്കളിൽ ഒരാളെയെങ്കിലും നിങ്ങൾ ആലിമാക്കാൻ നിയ്യത്ത് ചെയ്യൂ. അല്ലാഹുവേ, ഹാഫിളിന് 40 പേരെയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ 114 സൂറത്തുകൾ ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച ഹാഫിളായ മക്കളുണ്ടല്ലോ. 40 പേരെയാണ് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് ഇഷ്ടമുള്ള കുടുംബക്കാരാകട്ടെ നാട്ടുകാരാകട്ടെ ഇഷ്ടപ്പെട്ട 40 പേരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു അവസരം കൊടുക്കുമെന്നാണ്. ആലിമീങ്ങളുണ്ടല്ലോ, 9ഉം 10ഉം വർഷക്കാല പടച്ചവനെ തന്റെ വികാരങ്ങൾ, തന്റെ മോഹങ്ങൾ, തന്റെ സ്വപ്നങ്ങൾ എല്ലാം മാറ്റിവെച്ചിട്ട് പള്ളിയിലാകട്ടെ കോളേജുകളിലാകട്ടെ എവിടെയെങ്കിലും പോയി കിടന്ന് കഷ്ടപ്പെട്ട് ഇൽമ പഠിച്ച ആലിമുണ്ടല്ലോ. മനുഷ്യന് നാളെ 10 പേരെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ ഭാഗ്യമുണ്ടെന്നാ എന്റെ പ്രിയമുള്ള സഹോദരാ, എന്റെ പ്രിയമുള്ളവര്, ലോകത്ത് ഈ ഭൂമിയിൽ നമ്മുടെ നാടുകളിൽ ദുരന്തമുണ്ടാകാറുള്ള ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? വഅലിമുൻ അലാ സബീലിൽ ഹുദാ, ജനങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങളില്ലാതെ വന്നാൽ നാട്ടില് ഭൂകമ്പമല്ല, സുനാമിയല്ല, ഉരുൾപൊട്ടലല്ല, കൊടുങ്കാറ്റല്ല, ക്യാൻസർ അല്ല, ഏത് പ്രതി അല്ലാഹുവേ ഏത് പരിശ്രമം കടന്നു വരുമെന്ന് മഹാന്മാര് പറയുമ്പോ പ്രിയമുള്ള സഹോദര, ഇന്നത്തെ ആലിമീങ്ങളുണ്ടല്ലോ, എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഒരുപാട് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരുപാട് ആലിമീങ്ങളുണ്ട്. ആലിമീങ്ങളുടെ മരണം ഈ ലോകത്തിന്റെ നാശമാണ്. ആലിമീങ്ങളുടെ മരണം ലോക അവസാനത്തിന്റെ അടയാളമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ആലിമീങ്ങളുടെ മരണം ലോകത്തിന്റെ നാശമാണെന്ന് ഇവിടുന്ന് പറയുമ്പോ പ്രിയമുള്ളവരെ, ഒരുപാട് ആലിമീങ്ങള് പെട്ടെന്നാണ് ഒരുപാട് പേരങ്ങ് പോയത്. അല്ലാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരോട് ആരെയും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷേ പല ഉസ്താദന്മാർക്കും ഉള്ളത് പറയാ പേടിയാ, മറന്നു പോകുന്നു, മറന്നു പോകുന്നു. അധികം എല്ലാവരെയും ഞാൻ ആക്ഷേപിക്കുന്നില്ല. ഉൾപ്പെടെയുള്ള സമൂഹമുണ്ടല്ലോ, ഉള്ള കാര്യം തുറന്നു പറയാ പേടിയാ. ഭൂമിയിൽ ദുരന്തമുണ്ടാകാനുള്ള കാരണങ്ങൾ പെട്ടതാണ് ജനങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന ആലിമീങ്ങൾ. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. പക്ഷേ പലർ കുറച്ച് പഠിച്ച ഇൽമ മറക്കുകയാണ്. പറയാ ഉള്ളത് ഏത് വൃത്തികേടുകൾ നടന്നാലും പറയാൻ മടി. ഏതെങ്കിലും മോശമായ കാര്യങ്ങൾ, കള്ളുകുടിയെ കുറിച്ചോ വ്യഭിചാരത്തെ കുറിച്ചോ പലിശയെ കുറിച്ചോ പല കാര്യങ്ങളെ കുറിച്ചോ പറയാൻ ഉസ്താദന്മാർക്ക് പേടിയ. കാരണം പറഞ്ഞ പിന്നെ വീട്ടിൽ പോയിരിക്കേണ്ടി വരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം പള്ളിയിലെ ഖതീബന്മാർക്ക്, ചില ഉസ്താദന്മാർക്ക് പറയാൻ പേടി. എന്തേ കാരണം? പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടിയും പ്രമാണവും പറക്കി വെച്ചിട്ട് വേണം പറയാൻ. സെക്രട്ടറിയെ കുറിച്ചോ പ്രസിഡന്റിനെ കുറിച്ചോ നാട്ടിലെ പണക്കാരനെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടി എടുത്തുകൊണ്ട് പോകേണ്ടി വരും. പലർക്കും അതുകൊണ്ട് പലതും കണ്ടില്ല എന്ന് നടിക്കുന്നു, പറയാൻ മടിച്ചു പോകുന്നു. ഉസ്താദന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ ആരെയാ നിങ്ങൾക്ക് ചെലവിന് തരുന്നത്? പള്ളി കമ്മിറ്റിക്കാരാ? നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം തരുന്നത് സെക്രട്ടറിയോ പ്രസിഡന്റോ അല്ല. നിനക്ക് നിശ്ചയിച്ചിരിക്കുന്ന കാലം മാത്രമേ ആ പള്ളിയിൽ നീ ജോലി ചെയ്യൂ. നിന്റെ റിസ്ക് തീർന്നാൽ വേറെ പോണമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരോട് പറയുന്നു, മരിക്കുന്ന കാലം വരെ നിനക്ക് ഭക്ഷണം തരാമെന്ന് അല്ലാഹു ഏറ്റിരിക്കുകയാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉസ്താദന്മാർക്ക് മരിക്കുന്ന കാലം വരെ ഹലാലായ ഭക്ഷണം കൊടുക്കാമെന്ന് അല്ലാഹു ഏറ്റിട്ടുണ്ട്. അത് അല്ലാഹു ഏറ്റിരിക്കുക. നിങ്ങൾ എന്തിനാ പേടിക്കണം? ഉള്ളത് പറയാ. ഉസ്താദന്മാർക്ക് പള്ളിയിലേക്ക് വലിയ ഡിഷിന്റെ അകത്ത് ഭക്ഷണം
ഭക്ഷണം കൊണ്ട് കാണുമ്പോൾ കണ്ടോടാ കൊതി തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. അത് അല്ലാഹു അവർക്ക് ചെയ്തിരിക്കുന്ന അനുഗ്രഹമാണ്. ഒരുപാട് കാലം 6, 7, 8 കൊല്ലം കടന്ന പള്ളി ദർസുകളിൽ, സ്ഥാപനങ്ങളിൽ, ഹോസ്റ്റലുകളിൽ കഷ്ടപ്പെട്ട് അല്ലാഹുവെ കിട്ടുന്നതും കടിച്ച് അല്ലാഹുവെ തറയിൽ കടന്ന് പഠിച്ചതിന് അല്ലാഹു കൊടുത്ത അംഗീകാരം. അതുകൊണ്ടാണ് സുഭിക്ഷമായ ഭക്ഷണം ഓരോ വീട്ടിൽ നിന്നും അൽഹംദുലില്ലാ ഇന്ന് ഉസ്താദിനാണ്, എന്റെ വീട്ടിലാണ് ചിലവ്. എന്താ മനോഹരമായ ഭക്ഷണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അതാണ് ഇൽമു പഠിച്ച ആലിമീങ്ങൾ. അല്ലാഹു അതുകൊണ്ട് ഉള്ളത് പറയാൻ മടിക്കരുത്, പറയണം. ആരായാലും തെറ്റ് കണ്ട പറഞ്ഞു കൊടുക്കണം. അത് ആലിമിന്റെ പള്ളിയുടെ കാര്യം തീരുമാനിക്കുന്നത് പള്ളിയിലെ സെക്രട്ടറിയോ പ്രസിഡന്റോ കമ്മിറ്റിക്കാരൊന്നുമല്ല, പള്ളിയിലെ ഇമാമ. പക്ഷെ ഇമാമിന്റെ സ്ഥാനത്തിരിക്കാതെ വരുമ്പോ അവിടെ വേറെ കയറിയിരിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ആലിമീങ്ങൾ, അല്ലാഹുവേ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ ഒരു നാട്ടിലില്ലാതെ വന്നാൽ അവിടെ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിഅൻ ഫലാ തകുൻ ഖാമിസ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കുൻ ആലിമ, നീ ആലിമ, അല്ലെങ്കിൽ മുതഅല്ലിമ, നീ മുതഅല്ലിമ, ഔ മുഹിബ്ബ, അല്ലെങ്കിൽ ആലിമിനെ ഇഷ്ടപ്പെടുന്നവരാകുക, ഔ മുസ്തമിഅ, ആലിമിനെ സഹായിക്കുന്നവരാകുക, ഫലാ തകുൻ ഖാമിസ, അഞ്ചാമതൊരു കൂട്ടത്തിൽ നീ പെടല്ലേ എന്ന് നബിയിനാ റസൂൽ. ആലിമിന്റെ മഹത്വം, പവിത്രത ചരിത്രത്തിൽ ഒരു ആലിമിന്റെ ഒരു മഹത്വം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ എല്ലാവർക്കും പരിശുദ്ധമായ ഖുർആൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ സുലൈമാൻ നബിക്ക് ഹുദ്ഹുദ് എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. മരംകൊത്തി പോലിരിക്കുന്ന ഒരു ജീവി. എന്റെ പ്രിയമുള്ള, അതിന്റെ കഥകളെ നമുക്കറിയാം. അതിങ്ങനെ നടക്കും, ഭൂമിയുടെ നാനാഭാഗങ്ങളിൽ ഇങ്ങനെ പറന്ന് നടക്കും. എവിടെയെങ്കിലും കാണുന്ന അത്ഭുതകരമായ കാര്യം സുലൈമാൻ നബിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു കൊടുക്കും. ആ കിളിയുടെ സ്വഭാവം അങ്ങനെ ഒരിക്കലും പോയിട്ട് കാണുന്നില്ല. അപ്പൊ ഈ കിളിക്ക് സുലൈമാൻ നബി അലൈഹിസ്സലാം ഇത്തിരി പ്രത്യേകമായിട്ടുള്ള പരിഗണനയാണ്, വലിയ സ്വാതന്ത്ര്യമാണ്. ഇത് കണ്ടപ്പോ പലർക്കും സഹിക്കണില്ല. എല്ലാരും സുലൈമാൻ നബിയോട് പരാതി പറഞ്ഞു, നബിയെ ഈ അടുത്തായിട്ട് ഇത്തിരി ആള് ഇങ്ങനെ വലിയ ഉത്തരവില്ല, ഇങ്ങനെ നടക്കാം, എവിടെങ്കിലൊക്കെ പോയതാ, ഇങ്ങനെ പരാതികൾ പറഞ്ഞു. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, വരട്ടെ, ഞാൻ ചോദിക്കാം. അങ്ങനെ ഹുദ്ഹുദ് എന്ന് പറയുന്ന പക്ഷി കടന്നു വന്നു. സുലൈമാൻ നബി ചോദിച്ചു, നീ എവിടെ പോയി? ആ സമയത്ത് പക്ഷി പറഞ്ഞു കൊടുത്ത്, നബിയെ, ബൽക്കീസ് എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ ഒരു നാടുണ്ട്. ബൽക്കീസ് എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ നാടിനെ കുറിച്ച് പരിചയപ്പെടുത്തി അവിടുത്തെ നേതാവ് ബൽക്കീസ് എന്ന് പറയുന്ന പെണ്ണ പറഞ്ഞു കൊടുത്തു. അവസാനം മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു കത്തെഴുതി ബൽക്കീസിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ കിളി കൊണ്ടുപോയി കൊടുത്തു. നമുക്ക് ചരിത്രം അറിയാം. അങ്ങനെ ബൽക്കീസും തന്റെ അനുയായികൾ മുഴുവനും സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിലേക്ക് വിരുന്നിന് വരികയാണ്. ആ വരുന്ന സമയം ബൽക്കീസ് റാണിയുടെ കൊട്ടാരത്തിൽ ഒരു സിംഹാസനമുണ്ട്. ആ സിംഹാസനം ഒരുപാട് ചങ്ങലകൾ കെട്ടി കൊട്ടാരത്തിന്റെ ഉള്ളറയിൽ സൂക്ഷിച്ചു വെച്ചിട്ടാ വരുന്നത്. ഇതിനെക്കുറിച്ച് കിളി പറഞ്ഞു കൊടുത്തപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം എല്ലാവരെയും വിളിച്ചുകൂട്ടി, ജിന്നുകളെയൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് ചോദിച്ചു, ലക്ഷക്കണക്കിന് ഒരുപാട് കിലോമീറ്ററുകൾ അപ്പുറത്ത് കിടക്കുന്ന ബൽക്കീസ് റാണിയുടെ കൊട്ടാരത്തിന്റെ അകത്തിരിക്കുന്ന സിംഹാസനം എന്റെ മുന്നിൽ കൊണ്ടുവരണം. ആര് കൊണ്ടുവരും? ജിന്നുകളുടെ നേതാവായ ഒരു ജിന്നു പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം. ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റിട്ട് ഇരിക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അങ്ങ് ഇരിക്കുന്ന സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഇരിക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. സുലൈമാൻ നബി പറഞ്ഞു, പറ്റൂല, ഇതിനേക്കാളും സ്പീഡിൽ കൊണ്ടുവരുന്ന ആരുണ്ട്? ആ സമയത്ത് ഒരു ആലിമായ നിമിഷം പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം. കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുത്ത അങ്ങയുടെ കണ്ണ് ഒന്നിങ്ങനെ ചിമ്മി തുറക്കുന്നതിന് മുമ്പ് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കിടക്കുന്ന ബൽക്കീസ് റാണിയുടെ കൊട്ടാരത്തിലെ സിംഹാസനം ഞാൻ കൊണ്ടുവരാൻ നബിയെ. എല്ലാരും ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നിൽക്കാം. അല്ലാഹുവേ, പടച്ചവനെ, ആ മനുഷ്യൻ കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു കൊടുത്തു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. സുലൈമാൻ നബിക്ക് തന്നെ അത്ഭുതമായി. ജിന്നുകൾക്ക് പോലും കഴിയാത്ത കാര്യം ഈ മനുഷ്യൻ എങ്ങനെ പറ്റി? അപ്പൊ അവിടെ നിന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാനൊരു ദിക്റ് പറഞ്ഞിട്ട് അള്ളാനോട് എന്ത് ചോദിച്ചാലും അള്ളാഹ് തരും.
ഞാനൊരു ദിക്റ് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു തരും. ആ ഉസ്താദ് പറയാ, ഇൽമു പഠിച്ച മനുഷ്യൻ പറയാ, അവിടെ നിന്ന് ചോദിച്ചു ഏത് ദിക്റാ? ആ ദിക്റ് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ദിക്ർ അങ്ങോട്ട് പറഞ്ഞിട്ട് ചോദിച്ചാൽ നിന്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ.